2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും കോട്ടയായിരുന്ന കോട്ടയം ജില്ലയിൽ കോൺഗ്രസിനും UDFിനും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ആകെയുള്ള 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് UDF പ്രതിനിധികൾ വിജയിച്ചു കയറിയത്. ജോസ് കെ മാണി വിഭാഗം UDF വിട്ട് LDFിലെത്തിയതോടെയാണ് UDFിന് കോട്ടയം ജില്ലയിൽ ഇത്തരമൊരു കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോട്ടയം ജില്ലയിലെ തങ്ങളുടെ ആധിപത്യം UDF തിരികെ പിടിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വളരെ തിളക്കമാർന്ന ഒരു വിജയമാണ് കോട്ടയം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള 4 സിറ്റിംഗ് സീറ്റുകൾ UDF നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ചുരുങ്ങിയത് 2 സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് പ്രതിനിധികൾ വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇവർ വിജയസാധ്യത ഉറപ്പിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഏറ്റുമാനൂരും പൂഞ്ഞാറുമാണ്. പൂഞ്ഞാറിൻ്റെ രാഷ്ട്രീയ സവിശേഷതകളെക്കുറിച്ചും പൂഞ്ഞാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത്തവണ എങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുവാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ കണക്കുകളുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ദീർഘകാലം പൂഞ്ഞാർ എന്ന് പറയുന്നത് PC ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഉറച്ച ഒരു കോട്ടയായിരുന്നു. 2016 ഇടതു വലതു മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ടാണ് സ്വതന്ത്രനായി മത്സരിച്ച് PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് തിളക്കമാർന്ന വിജയം നേടിയത്. ഇവിടെ PC ജോർജിൻ്റെ 2016 വിജയത്തിന് ഏറ്റവും അധികം സംഭാവന നൽകിയത് അദ്ദേഹത്തോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകളായിരുന്നു. എന്നാൽ 2016 തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം BJPയോടും RSSനോടും കൂടുതൽ അടുക്കുവാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി PC ജോർജ് മുസ്ലിം വിഭാഗത്തിനെതിരെ കടുത്ത അധിക്ഷേപ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് പൂഞ്ഞാറിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചു എന്നതാണ് വസ്തുത. മതസാഹോദര്യത്തിൽ കഴിഞ്ഞിരുന്ന ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കുവാനായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി PC ജോർജിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ തിരിച്ചറിവോടുകൂടി ഇനിയൊരിക്കലും പൂഞ്ഞാറിൻ്റെ ജനപ്രതിനിധിയാകുവാൻ ജോർജിനെ അനുവദിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് മുസ്ലിം വിഭാഗങ്ങൾ ആസൂത്രിതമായി ജോർജിനെതിരെ വോട്ട് ചെയ്തത്. അന്ന് ജോർജിനെ പരാജയപ്പെടുത്തുവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് അവർ വിലയിരുത്തിയിരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ പ്രതിനിധിയായ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് അനുകൂലമായിട്ടായിരുന്നു മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ച് പോൾ ചെയ്യപ്പെട്ടത്. 2021 രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെമ്പാടും മുസ്ലിം വിഭാഗങ്ങൾ കൂടുതൽ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നത് ഇടതുമുന്നണിയോടൊപ്പമായിരുന്നു. അതുപോലെ തന്നെ SDPയുടെ പിന്തുണയും 2021 പൂർണ്ണമായും ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു എന്നതുകൂടി കണക്കിലെടുത്താണ് പൂഞ്ഞാറിലെയും മുസ്ലിം വോട്ടർമാർ കൂട്ടത്തോടുകൂടി സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് വോട്ട് ചെയ്തത്. എന്നാൽ 2021 വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ടതിൻ്റെ ക്ഷീണമൊന്നും കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടുകളിൽ ഉണ്ടായിട്ടില്ല എന്ന വസ്തുതയും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അതായത് 2016 PC ജോർജ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയത് UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച ജോർജ് കുട്ടി അഗസ്തിയായിരുന്നു. അന്ന് അദ്ദേഹം നേടിയത് 35,800 വോട്ടുകളായിരുന്നു. എന്നാൽ 2021 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ KPCC ജനറൽ സെക്രട്ടറി ടോമി കല്ലാനി 34,600 വോട്ടുകൾ നേടി എന്നത് പൂഞ്ഞാറിലെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഉറച്ച വോട്ട് ബാങ്കിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇതിനോട് ചേർന്ന് മുസ്ലിം വോട്ട് ബാങ്കുകൾ ഇത്തവണ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടുമെന്ന വിലയിരുത്തൽ പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ സർവേകളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ട് മാത്രം പൂഞ്ഞാറിൽ നിന്ന് UDF സ്ഥാനാർത്ഥിക്ക് തിളക്കമാർന്ന വിജയം നേടുവാൻ സാധിക്കുമെന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. LDFും PC ജോർജും അവകാശപ്പെടുന്നത് പോലെ PC ജോർജ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പോരാട്ടമല്ല പൂഞ്ഞാറിൽ നടക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ തൻ്റെ പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള കുളത്തുങ്കലിൻ്റെയും അതുപോലെ തന്നെ തീവ്ര ക്രിസ്ത്യൻ നിലപാടുള്ളവരുടെയും അതുപോലെ തന്നെ ഹൈന്ദവ വിഭാഗങ്ങളുടെയും വോട്ടുകൾ തൻ്റെ പെട്ടിയിൽ വീഴ്ത്തുവാനുള്ള ജോർജിൻ്റെയും തന്ത്രമായിട്ട് വേണം ഇത്തരമൊരു പ്രഖ്യാപനത്തെ നാം നോക്കിക്കാണുവാൻ. എന്നാൽ പൂഞ്ഞാറിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇതല്ല എന്ന വസ്തുത നിരവധി സർവേകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമിയും മനോരമയും ബിഗ് TVയും നടത്തിയ സർവേകളിലെല്ലാം 1ാം സ്ഥാനത്ത് പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉയർത്തിക്കാട്ടുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജിന് ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ലഭിച്ച വോട്ടുകൾ ഇത്തവണ അദ്ദേഹത്തിന് ലഭിക്കില്ല എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. അതായത് PC ജോർജിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയ അജണ്ടയെ തിരിച്ചറിഞ്ഞ
PC ജോർജ് കേരള രാഷ്ട്രീയത്തിന് സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും കഴിയാത്ത രാഷ്ട്രീയ മാലിന്യമാണെന്ന് തിരിച്ചറിഞ്ഞ മതേതര വിശ്വാസികൾ ഇത്തവണ അദ്ദേഹത്തെ കൈവിടുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇക്കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് UDF സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് സമഗ്രവും ആധികാരികവുമായ ഒരു വിജയം നേടുവാൻ കഴിയുമെന്ന് ഞാൻ വിലയിരുത്തുന്നത്. ഇനി UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ KSUവിലൂടെ കോൺഗ്രസിൻ്റെ സംഘടനാ രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ് സജി മൂലേച്ചാലിൽ അല്ലെങ്കിൽ സജി ജോസഫ് എന്നറിയപ്പെടുന്ന പൂഞ്ഞാറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ജോസഫ്. സെൻറ് തോമസ് കോളേജിലെ തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് 25 വർഷക്കാലം ഇപ്പോൾ കേരള നിയമസഭയിൽ പൂർത്തിയാക്കിയ കഴിഞ്ഞ 5 വർഷക്കാലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന റോഷി അഗസ്റ്റിനെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെടുത്തിയ വ്യക്തിത്വമാണ് സജി ജോസഫ്. അതുപോലെ തന്നെ തീരെ ചെറിയ പ്രായത്തിൽ തലപ്പലം പഞ്ചായത്തിൻ്റെ അധ്യക്ഷ പദവിയിലും എത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കാൽ നൂറ്റാണ്ട് കാലമായി തലപ്പലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതും സജി ജോസഫ് തന്നെയാണ്. സജി ജോസഫ് ഇപ്പോൾ സ്ഥിരതാമസക്കാരനായിട്ടുള്ളത് പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള തലപ്പലം പഞ്ചായത്തിലാണ്. എന്നാൽ 2011 മണ്ഡല പുനർനിർണയത്തിന് മുൻപേ ഈ തലപ്പലം പഞ്ചായത്ത് എന്ന് പറയുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് ഇടതുപക്ഷത്തായിരുന്ന PC ജോർജിനെതിരെ ശക്തമായ നിലപാടുകളുമായി കോൺഗ്രസിന് വേണ്ടി പൊരുതിയ നേതാവ് കൂടിയാണ് സജി ജോസഫ്. അതിനാൽ തന്നെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഉള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് സജി ജോസഫ്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ സജി ജോസഫിന് വ്യക്തിപരമായി തന്നെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ 10,000-ഓളം വോട്ടുകൾ നേടുവാൻ കഴിയുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും കൃത്യമായ ഒരു മേൽക്കൈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിലനിർത്തുവാൻ കോൺഗ്രസിനും UDFിനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 ഘടകങ്ങൾ ചേരുമ്പോൾ സജി ജോസഫ് എന്ന UDF സ്ഥാനാർത്ഥി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള സാധ്യതകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രവചിക്കുന്നത്. അതായത് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ ഏകീകരിച്ച് കോൺഗ്രസിലേക്കും UDFിലേക്കും എത്തുന്നു. രണ്ടാമതായി PC ജോർജിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ക്രൈസ്തവ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള മതേതര വോട്ടർമാർ അദ്ദേഹത്തെ കൈവിടുകയും UDFിനൊപ്പം ഉറച്ചു നിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. വ്യക്തിപരമായ മികവിൻ്റെ പേരിൽ സജി ജോസഫിന് പൂഞ്ഞാറിൽ നിന്ന് 10,000-ഓളം വോട്ടുകൾ സ്വന്തം മേൽവിലാസത്തിൽ സമാഹരിക്കുവാനും സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 2021 UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടോമി കല്ലാനി നേടിയ 34,800 വോട്ടുകളോട് ഈ വോട്ടുകൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ ആകെ പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ 60% നേടിക്കൊണ്ടായിരിക്കും സജി ജോസഫ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിനും കോൺഗ്രസിനും വേണ്ടി പൂഞ്ഞാറിൻ്റെ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുക എന്ന കാര്യത്തിൽ തർക്കമില്ല. 2021 മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയൊരു മണ്ഡലത്തിൽ നിന്ന് 25,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നേടുവാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം. എൻ്റെ വിശകലനം അതിശയോക്തിപരമാണെന്നുള്ള വിമർശനങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ഞാനീ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ കൃത്യതയുള്ളതാണ്. അത് പൂഞ്ഞാറിൻ്റെ മനസ്സറിഞ്ഞ് വോട്ടർമാരോട് സംസാരിച്ച് സമാഹരിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിനെല്ലാം പുറമെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ FCRA ബില്ലുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കെതിരെ PC ജോർജ് നടത്തിയ അവഹേളനപരമായിട്ടുള്ള പരാമർശങ്ങൾ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങളും സംജാതമാക്കും. ഒരു കാര്യം ഇതിനാൽ തന്നെ നിസ്സംശയം പറയുവാൻ സാധിക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തികച്ചും ഏകപക്ഷീയ ഒരു പോരാട്ടമാണ് പൂഞ്ഞാറിൽ നടക്കുന്നത്. അവിടെ UDFിന് കൃത്യമായി മേൽക്കൈ നേടുവാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയും ഒരു മത്സരം ഇടതുമുന്നണിയും NDAയും തമ്മിൽ നടക്കുന്നില്ല എന്ന വസ്തുതയും ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്. രണ്ടാം സ്ഥാനത്തെത്തുക LDFിൻ്റെ സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്നെയാകും. കഴിഞ്ഞ തവണ നേടിയ വോട്ടുകളുടെ 60% പോലും വോട്ടുകൾ ഇത്തവണ PC ജോർജിന് നേടുവാൻ കഴിയുകയില്ല എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു, കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് നേടുവാൻ പോകുന്ന ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങളിലൊന്ന് പൂഞ്ഞാറിൽ നിന്ന് സജി ജോസഫ് എന്ന കോൺഗ്രസ്സുകാരൻ്റേതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ രാഷ്ട്രീയ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.